സ്വകാര്യ മേഖലയ്ക്ക് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസം, ആരോഗ്യം, കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുള്ള സ്വകാര്യ നിക്ഷേപ പദ്ധതികളാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കമുള്ള മേഖലകളിൽ സ്വകാര്യ നിക്ഷേപത്തിന് വാതിലുകൾ തുറന്നിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ഇടത് മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നയപരമായ വ്യതിയാനമാണോ? ഒരിക്കലുമല്ല. ഞാൻ ഏതായാലും ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുകയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി നേരത്തെ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങളിൽ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, സ്വകാര്യ നിക്ഷേപമാണ്. സ്വകാര്യ നിക്ഷേപം വരുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ സാഹചര്യങ്ങൾ, പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്വകാര്യ നിക്ഷേപത്തെയും സ്വകാര്യവൽക്കരണത്തെയും ഒരേപോലെ കാണാൻ വേണ്ടി കഴിയരുത്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യവൽക്കരണമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, പൊതുമേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുക. കേന്ദ്ര ബജറ്റിനകത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് സാമ്പത്തിക സമാഹരണം നടത്തുന്നത്. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളെയും വിൽക്കുകയാണ്. എന്നാൽ കേരളം അങ്ങനെയല്ല. നമ്മുടെ നിലവിലുള്ള പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുന്ന നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ UDF ഭരണകാലത്ത് ഏതാണ്ട് 130 കോടിയിലധികം നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ പൊതുവായി പരിശോധിച്ചാൽ 350 കോടിയിലധികം ലാഭത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയും. കേന്ദ്ര സർക്കാർ പോലും കേരളത്തിൽ വിൽക്കാൻ തീരുമാനിക്കുന്ന നമ്മുടെ പേപ്പർ മിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ കേരളത്തിലെ സർക്കാർ വാങ്ങി പൊതുമേഖലയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ വേണ്ടി കഴിയും. മറ്റത് നിക്ഷേപമാണ്. വിവിധ മേഖലയിൽ നിക്ഷേപം എത്തിച്ചേരണം. ആ നിക്ഷേപം കൊണ്ടുവരിക എന്നത് പൊതുവായി തന്നെ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടാണ്. അത് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് VMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടെയും നിക്ഷേപ സമാഹരണം നടത്തിയിട്ടുണ്ട്. മാവൂർ ഗോളിയോറൻസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് തൊഴിലവസരങ്ങൾ, വ്യാവസായികവൽക്കരണം ഒക്കെ സൃഷ്ടിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെ നിലവിലുള്ള രാജ്യത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ പശ്ചാത്തലത്തെ എങ്ങനെ കേരളത്തിന് അനുകൂലമായി ബദൽ സമീപനത്തിലൂടെ മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് ബജറ്റിലൂടെയും പൊതുവായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ വൻകിട പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപവും കൂടുതൽ മുന്നേറ്റവും ഉണ്ടാക്കാനുള്ള സാഹചര്യം, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിലെ ഏറ്റവും മികച്ച നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ആലോചനകൾ, അതുപോലെ തന്നെ പൊതുമേഖലയുടെ സംരക്ഷണം, ക്ഷേമകാര്യങ്ങളിലാണെങ്കിൽ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാവുന്ന രീതിയിൽ 68 ലക്ഷം പേർക്കാണ് കേരളത്തിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനം, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കൽ. നമുക്കറിയാം രാജ്യത്ത് ആകെ നടക്കുന്ന PSC നിയമനം അതിൻ്റെ 42% കേരളത്തിലാണ് നടക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിൻ്റെ പകുതിയോളം നിയമനം കേരളത്തിൽ മാത്രം, ഈ ചെറിയ സംസ്ഥാനത്ത് മാത്രം നടക്കുന്നു എന്നത് തൊഴിൽ സൃഷ്ടിക്കാനും പൊതുമേഖലയിൽ സർക്കാർ സർവീസിൽ നൽകാനും എല്ലാം കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി അത് കാണാൻ വേണ്ടി കഴിയും. വ്യവസായ പാർക്കുകൾ, അതുപോലെ തന്നെ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മറ്റ് നിലപാടുകൾ, അതുപോലെ തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് UDF ഭരണകാലത്ത് കേരളം മാറിപ്പോയിരുന്നു. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വന്നതോടുകൂടി. കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പെൻഷൻ മാത്രമാണ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് സ്വകാര്യ മേഖലയിലും സാധ്യമാണ്. പക്ഷേ ഇപ്പോൾ അത് പുനഃപരിശോധിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ആലോചനകൾ നടത്തി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന നിലയിലേക്ക്, അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കേരളം മുന്നോട്ട് വരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത്, IT രംഗത്ത് എല്ലാം ഉണ്ടായ മാറ്റം. ഇവിടെ വിമർശനം പലതും ഉന്നയിക്കുകയാണ്. IT രംഗത്തെല്ലാം രാജ്യത്തെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന് കേരളം സാക്ഷിയാവുകയാണ്. കൂടുതൽ ആഘാതമുണ്ടാകുമോ? എന്താണ് സർക്കാർ അതിനെ വിലയിരുത്തുന്നത്? അല്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ മാനേജ്മെന്റ് തന്നെയാണ് പ്രധാനം.
അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള അത് കോൺട്രിബ്യൂട്ടറിയായി വന്നിട്ടുള്ള പണം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എന്താണോ അനുസൃതമായ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ പദ്ധതിയായി ആണ് അതുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമാണ് രാജ്യത്തിനാകെ മാതൃകയായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് വന്നു. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ രാജ്യത്തിലെ ഏറ്റവും മികച്ച പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലും, വിനോദസഞ്ചാര മേഖലയിൽ ലോകം കണ്ടിരിക്കേണ്ട 52 ഡെസ്റ്റിനേഷനിൽ ഒന്നായി കേരളം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഈ നിലയിലെല്ലാമുള്ള മാറ്റമുണ്ട്. ഇവിടെ ഇവർ വിമർശനം അങ്ങനെ അങ്ങ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിലൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിമർശനമാണ്. ഒന്ന്, നമുക്ക് റിസർവ് ബാങ്കിൻ്റെ വാർഷിക അവലോകന റിപ്പോർട്ട് തന്നെ പരിശോധിക്കുന്നതായിരിക്കുമല്ലോ നന്നാവുക. ഇവിടെ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ഉത്തരവാദിത്വം ഈ 2 കാര്യങ്ങളിൽ പരിശോധിച്ചാൽ, പ്രധാന അളവുകോലുകളായ ഈ 2 കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും മികവാർന്ന നേട്ടമാണ് കേരളം രാജ്യത്ത് കൈവരിച്ചിരിക്കുന്നതെന്ന് റിസർവ് ബാങ്കിൻ്റെ വാർഷിക അവലോകന റിപ്പോർട്ടുണ്ട്. അത് വരുന്നത് നികുതി വരുമാനത്തിനകത്ത് തനത് നികുതി സംഭാവനയായി 78.7% കേരളം നൽകുകയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ പൊതുവായ ദേശീയ ശരാശരി 65.4 ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് എന്നതുകൂടി കാണേണ്ടതുണ്ട്. നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ചെലവ് ചുരുക്കുന്ന കാര്യത്തിലായാലും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2 കാര്യത്തിലും വർധനവുണ്ടാക്കുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധിച്ചാൽ മുൻ വർഷത്തേക്കാൾ 11,000 കോടിയിലധികം രൂപ അതുവഴി സമാഹരിക്കാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കാണേണ്ടതുണ്ടല്ലോ. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് വലിയ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. രാജ്യത്തിൻ്റെ വിലക്കയറ്റത്തിൻ്റെ തോത് 5.8% നിൽക്കുന്നത്. കേരളം അത് 4.24%. 8% വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങൾ, പണപ്പെരുപ്പമുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഈ ചാർട്ട് പരിശോധിച്ചാൽ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റ നിരക്ക് റിസർവ് ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള കണക്ക് പ്രകാരം കേരളത്തിലാണുള്ളത്. ഇങ്ങനെ ഇവർ സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കേരളത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴും കേരളത്തിൻ്റെ ആകെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഇവരേൽപ്പിക്കുന്ന പ്രഹരം ഏൽക്കാതിരിക്കാനുമുള്ള ഒരു പരിചയമായി നിന്നുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു. വലിയ സാമ്പത്തിക ഒറ്റ വാചകം അവസാനിപ്പിക്കുകയാണ്.